നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ തീരപ്രദേശം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടിപൊളി ടോപ്പിക്കാണ്, ഇച്ചിരി വലിയൊരു ടോപ്പിക്കാണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാം. എത്രത്തോളം ടോപ്പിക്കിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ ഒരു എക്സാമിന് നമ്മുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും, അത്രത്തോളം കൂടും, അത്രത്തോളം നെഗറ്റീവ് എന്ത് ചെയ്യും, അങ്ങ് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ തീരപ്രദേശം എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ തീരപ്രദേശം എവിടം മുതൽ എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു? ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ, ഈ കാണുന്ന ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത്. സോ പറഞ്ഞേ, ഇന്ത്യയുടെ തീരപ്രദേശം എവിടം മുതൽ എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു? ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പശ്ചിമ തീരം അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റ് ആണ്. പശ്ചിമ തീരം അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റ്. രണ്ടാമത്തേത് പൂർവ്വതീരം അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റ്. അങ്ങനെ ഇന്ത്യയുടെ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. പശ്ചിമ തീരമെന്നും പൂർവ്വതീരമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇവിടെ നോക്കാം, ഈ കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് വന്നിട്ട് ഇത് വെസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ് ഈ കാണുന്നത്. ഇനി ഈ കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് വന്നിട്ട് ഇത് പൂർവ്വഘട്ടം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഘട്ടമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഈ കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് വന്നിട്ട് ഇത് സാത്പുരയാണ്. ഓക്കെ, സാത്പുര. നോക്കാം, ഈ കാണുന്ന ഈ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഇത് വന്നിട്ട് ആരാണിത്? ഡക്കാൻ പ്ലാറ്റൂ ആണ് അല്ലെങ്കിൽ ഡക്കാൻ പീഠഭൂമിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നോക്കാം, ഞാൻ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാണ് പശ്ചിമതീരം. കണ്ടോ, യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് പശ്ചിമതീരം. അടുത്ത് ഞാനിവിടെ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗമാണ് ഈസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ പൂർവ്വതീരം. അപ്പോൾ നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പശ്ചിമതീരം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയ്ക്കും, പൂർവ്വതീരം സ്ഥിതി ചെയ്യുന്നത് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയ്ക്കാണ് പൂർവ്വതീരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പശ്ചിമതീരം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു. എന്നാൽ പൂർവ്വതീരമാണെങ്കിലും പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയ്ക്കാണ് പൂർവ്വതീരം സ്ഥിതി ചെയ്യുന്നത്. അതിനിടയ്ക്കുള്ള പ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി മനസ്സിലാക്കാം, നമുക്ക് ഈ പശ്ചിമതീരത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. വെസ്റ്റേൺ കോസ്റ്റിനെ പ്രധാനമായിട്ടും നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ പറ്റും? മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, റാൺ ഓഫ് കച്ച് മുതൽ ദാമൻ വരെയുള്ള ഇത്രയും ഭാഗം അറിയപ്പെടുന്ന പേര്. റാൺ ഓഫ് കച്ച് മുതൽ ദാമൻ വരെയുള്ള ഇത്രയും ഭാഗമാണ് ഗുജറാത്ത് കോസ്റ്റ്. ഓക്കെ, ഗുജറാത്ത് കോസ്റ്റ്. അടുത്ത ദാമൻ മുതൽ ഗോവ വരെയുള്ള ഇത്രയും ഭാഗം നോക്കുകയാണെങ്കിൽ ദാമൻ മുതൽ ഗോവ വരെയുള്ള ഇത്രയും ഭാഗം അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. സോ ദാമൻ മുതൽ ഗോവ വരെ കൊങ്കൺ കോസ്റ്റ്. അടുത്ത ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള ഇത്രയും ഭാഗം നോക്കുകയാണെങ്കിൽ ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള ഇത്രയും ഭാഗം അറിയപ്പെടുന്ന പേര് മലബാർ കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ പശ്ചിമ തീരത്തെ പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. റാൺ ഓഫ് കച്ച് മുതൽ ദാമൻ വരെ ഗുജറാത്ത് കോസ്റ്റ്, ദാമൻ മുതൽ ഗോവ വരെ കൊങ്കൺ കോസ്റ്റ്, ഗോവ മുതൽ കന്യാകുമാരി വരെ മലബാർ കോസ്റ്റ്. നെക്സ്റ്റ് മനസ്സിലാക്കുക, ഈസ്റ്റേൺ കോസ്റ്റിന് അല്ലെങ്കിൽ പൂർവ്വതീരത്തെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. കന്യാകുമാരി മുതൽ കൃഷ്ണ റിവർ ബേസിൻ വരെയുള്ള, കന്യാകുമാരി മുതൽ കൃഷ്ണ നദീതടം വരെയുള്ള ഇത്രയും ഭാഗം അറിയപ്പെടുന്ന പേര് എന്തെന്നറിയപ്പെടുന്നു? കോറമാൻഡൽ കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. സോ കന്യാകുമാരി മുതൽ കൃഷ്ണ വരെയുള്ള ഇത്രയും ഭാഗം കോറമാൻഡൽ കോസ്റ്റ് ആണ്. അടുത്ത കൃഷ്ണ മുതൽ സുന്ദർബൻസ് വരെയുള്ള ഇത്രയും ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് വടക്കൻ സിർക്കാട്സ് അല്ലെങ്കിൽ നോർത്തേൺ സിർക്കാട്സ് എന്നൊക്കെ അറിയപ്പെടുന്നു. അങ്ങനെ പൂർവ്വതീരത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. കന്യാകുമാരി മുതൽ കൃഷ്ണ വരെ കോറമാൻഡൽ കോസ്റ്റ് എന്നും കൃഷ്ണ മുതൽ സുന്ദർബൻസ് വരെ വടക്കൻ സിർക്കാട്സ് എന്നൊക്കെ അറിയപ്പെടുന്നു. ക്ലിയർ ആണ്. ഇതിനകത്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്, കോറമാൻഡൽ കോസ്റ്റ്. ആൻസർ ഏതാണ്? കോറമാൻഡൽ കോസ്റ്റ് ആണ്. കാരണം കോറമാൻഡൽ ആരുടെ ഭാഗമാണ്? കോറമാൻഡൽ ഈസ്റ്റേൺ കോസ്റ്റിന്റെ ഭാഗമാണ്. ബാക്കി മൂന്നും ആരുടെ ഭാഗമാണ്? വെസ്റ്റേൺ കോസ്റ്റിന്റെ ഭാഗമാണ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പശ്ചിമ തീരമാണ് അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, വെസ്റ്റേൺ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ഫിഗർ നമുക്കങ്ങ് വരയ്ക്കാം. നോക്കിയേ, ഈ കാണുന്നത് നമ്മുടെ റാൺ ഓഫ് കച്ച് ആണെന്ന് സങ്കല്പിക്കാം. ദെൻ താഴേക്ക് വന്നു,
അടുത്ത ദാ ഇവിടെ നമ്മുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയി. ഓരോ സ്ഥലത്തിന് എന്ത് കൊടുക്കാം? പേര് കൊടുക്കാം. ഏതൊക്കെയാണ്? ദാ ഈ കാണുന്ന ഈ പ്രദേശം വന്നിട്ട് ഇത് റാൺ ഓഫ് കച്ച് ആണ്. ഇവിടെ വന്നിട്ട് ഏതാ? റാൺ ഓഫ് കച്ച് ആണ്. അത് കഴിഞ്ഞ് ദാ ഈ കാണുന്ന ഈ പെനിൻസുല അറിയപ്പെടുന്ന പേരാണ് കച്ച് പെനിൻസുല എന്നൊക്കെ അറിയപ്പെടുന്നു. കച്ച് പെനിൻസുല. അടുത്ത ഈ കാണുന്ന ഈ ഉപദ്വീപ് അറിയപ്പെടുന്ന പേരാണ് കത്തിയാവാർ പെനിൻസുല. ഒന്ന് കച്ച് പെനിൻസുല, രണ്ടാമത്തേതാണ് കത്തിയാവാർ പെനിൻസുല. ഇനി നോക്കുക, ദാ ഈ കാണുന്ന ഈ ഗൾഫ് അറിയപ്പെടുന്ന പേര്, ഇവിടെയുള്ള ഈ ഗൾഫ് നോക്കി, ഈ ഗൾഫിന്റെ പേര് വന്നിട്ട് ഗൾഫ് ഓഫ് കച്ച് ആണ്. ഇത് ഗൾഫ് ഓഫ് കച്ച് ആണ്. ഗൾഫിന്റെ മലയാളം എന്താണെന്നറിയോ? ഗൾഫിന്റെ മലയാളം ഉപസമുദ്രം എന്നാണ്. ഉപസമുദ്രം എന്ന് വെച്ചാൽ കരയുടെ അകത്തേക്ക് ചെറിയൊരു സ്ട്രിപ്പ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഇടഭാഗം പോലെ കടലകത്തോട്ട് കയറി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൾഫ് അല്ലെങ്കിൽ ഉപസമുദ്രം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ആ കാണുന്ന ആ ഗൾഫ് വന്നിട്ട് ഏതാണ്? ഗൾഫ് ഓഫ് കച്ച് ആണ്. ഗൾഫ് ഓഫ് കച്ച്. ഇനി ഈ കാണുന്ന ഈ ഗൾഫിന്റെ പേരാണ് ഗൾഫ് ഓഫ് ക്യാംബെ. നമ്മൾ ഖമ്പട്ടെന്ന് എഴുതിയിട്ട് ഇതിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ക്യാംബെ എന്ന് പ്രൊനൗൺസ് ചെയ്യും. ഖമ്പട്ടെന്ന് എഴുതിയിട്ട് ക്യാംബെ എന്ന് പ്രൊനൗൺസ് ചെയ്യാം. ക്യാംബെ. ഇവിടെ ഈ കാണുന്ന ഈ ബേ അറിയപ്പെടുന്ന പേര് മാഹിം ബേ എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ഈ കാണുന്ന ഈ ബേ അറിയപ്പെടുന്ന പേരാണ് ബാക്ക് ബേ എന്ന് അറിയപ്പെടുന്നു. സോ മാഹിം ബേ ആൻഡ് ബാക്ക് ബേ. അപ്പോൾ മാഹിം ബേ ആയിക്കോട്ടെ ബാക്ക് ബേ ആയിക്കോട്ടെ രണ്ടും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലാണ്. മാഹിം ബേയും ബാക്ക് ബേയും എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് ക്യാംബെ, മാഹിം ബേ, പിന്നെ ബാക്ക് ബേ. മാഹിം ബേയും ബാക്ക് ബേയും ഒക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്, പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് പതുക്കെ വരുമ്പോൾ ഗൾഫ് ഓഫ് കച്ചിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കി, ഈ കച്ച് പെനിൻസുലയും കത്തിയാവാർ പെനിൻസുലയും തമ്മിൽ വേർതിരിക്കുന്നത് ആരാണ്? ഗൾഫ് ഓഫ് കച്ച് ആണ് അല്ലെ. കച്ച് പെനിൻസുലയും കത്തിയാവാർ പെനിൻസുലയും തമ്മിൽ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് കച്ച് ആണ്. ഈ കത്തിയാവാർ പെനിൻസുല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൗരാഷ്ട്ര എന്നൊക്കെ അറിയപ്പെടുന്നു. സൗരാഷ്ട്ര. അങ്ങനെ കച്ച് ഉപദ്വീപിനെയും കത്തിയാവാർ ഉപദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് കച്ച് ആണ്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യ മറൈൻ നാഷണൽ പാർക്ക് അതുമാരാണ്? ഗൾഫ് ഓഫ് കച്ച് ആണ്. ഇന്ത്യയിൽ ആദ്യ മറൈൻ വന്യജീവി സങ്കേതം അതുമാരാണ്? ഗൾഫ് ഓഫ് കച്ച് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യ മറൈൻ നാഷണൽ പാർക്ക്, ഇന്ത്യയിൽ ആദ്യ മറൈൻ വന്യജീവി സങ്കേതം, ഇന്ത്യയിൽ ആദ്യ മറൈൻ എക്കോ സെൻസിറ്റീവ് സോൺ, ഇന്ത്യയിൽ ആദ്യ മറൈൻ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ എല്ലാം ആരാണ്? ഗൾഫ് ഓഫ് കച്ച് ആണ്. ഇന്ത്യയിൽ ആദ്യ മറൈൻ നാഷണൽ പാർക്ക്, ആദ്യ മറൈൻ വന്യജീവി സങ്കേതം, ആദ്യ മറൈൻ എക്കോ സെൻസിറ്റീവ് സോൺ എല്ലാം ഗൾഫ് ഓഫ് കച്ച് ആണ്. മാത്രമല്ല കച്ച് പെനിൻസുലയും കത്തിയാവാർ പെനിൻസുലയും തമ്മിൽ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് കച്ച് ആണ്. ഇനി താഴേക്ക് വരുമ്പോൾ കത്തിയാവാർ പെനിൻസുല നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് അച്ചടിച്ച നാട്ടുരാജ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് അച്ചടിച്ച നാട്ടുരാജ്യം കത്തിയാവാറാണ്. നെക്സ്റ്റ് താഴേക്ക് വരുമ്പോൾ ഗൾഫ് ഓഫ് ക്യാംബെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൾഫ് ഓഫ് ക്യാംബയുടെ പ്രത്യേകത എന്താണ്? മനസ്സിലാക്കി, ഇവിടെ ഈ കാണുന്ന ഈ സ്ഥലം ഇത് ദാമനാണ്. ഓക്കെ, ദാമൻ ആൻഡ് ദിയുവിലെ ദാമൻ. ഇവിടെ ഈ കാണുന്നത് ദിയു ആണ്. ഓക്കെ, ദാമൻ ദിയുവിലെ ദിയു, ദാമൻ ആൻഡ് ദിയു. അപ്പോൾ ഗൾഫ് ഓഫ് ക്യാംബയുടെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കിയിടാം, ദാമനെയും ദിയുവിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഗൾഫ് ഓഫ് ക്യാംബയാണ് അല്ലെ. ദാമനെയും ദിയുവിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഗൾഫ് ഓഫ് ക്യാംബയാണ്. മാത്രമല്ല ഈ ഗൾഫ് ഓഫ് ക്യാംബയിൽ പതിക്കുന്ന ഒരു 4 നദികളുണ്ട്. ഗൾഫ് ഓഫ് ക്യാംബയിൽ പതിക്കുന്ന 4 നദികളാണ്. ഒന്ന് നർമ്മദ, രണ്ടാമത്തേത് താപ്തി, നർമ്മദ താപ്തി, മൂന്നാമത്തേത് സബർമതി, സബർമതി, നാലാമത്തേത് മാഹി. അങ്ങനെ ഗൾഫ് ഓഫ് ക്യാംബയിൽ പതിക്കുന്ന 4 നദികളാണ് ആരൊക്കെയാണ്? ഒന്നാമത്തേത് നർമ്മദ, രണ്ടാമത്തേത് താപ്തി, മൂന്നാമത്തേത് സബർമതിയാണ്, മൂന്നാമത്തേത് സബർമതി, അത് കഴിഞ്ഞ് നാലാമത്തേത് മാഹിയാണ്. ഈ 4 നദികളും എവിടെ മെർജ് ചെയ്യുന്നു? ഗൾഫ് ഓഫ് ക്യാംബയിൽ മെർജ് ചെയ്യുന്നു. ഓർത്തിരിക്കുക, ഇതിൽ സബർമതിയുടെയും മാഹിയുടെയും നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ഗുജറാത്ത് തീരം രൂപം കൊണ്ടത്. സോ ഏതെല്ലാം നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ഗുജറാത്ത് തീരം രൂപം കൊണ്ടത്? സബർമതിയുടെയും മാഹിയുടെയും നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ഗുജറാത്ത് തീരം രൂപം കൊണ്ടത്. സബർമതിയുടെയും മാഹിയുടെയും നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ഗുജറാത്ത് തീരം രൂപം കൊണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മനസ്സിലാക്കുക, ഇവിടെ ഒരു കപ്പൽ പൊളിക്കൽ ശാലയുണ്ട്. ഞാൻ ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഈ ഭാഗത്തായിട്ടൊരു ഷിപ്പ് ബ്രേക്കിംഗ് സെന്റർ ഉണ്ട്, ഒരു കപ്പൽ പൊളിക്കൽ ശാലയുണ്ട്. ഈ കപ്പൽ പൊളിക്കൽ ശാലയുടെ പേരാണ് അലാങ് എന്നൊക്കെ അറിയപ്പെടുന്നു. അലാങ്. ഓക്കെ, അലാങ്. സോ എന്താണ് അലാങ് എന്ന കപ്പൽ പൊളിക്കൽ ശാലയുടെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ ശാല അലാങ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് ബ്രേക്കിംഗ് സെന്റർ ആണ് അലാങ്.
അലാങ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗൾഫ് ഓഫ് ക്യാമ്പെ ഗുജറാത്തിലാണ് അലാങ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ ശാല ആയതുകൊണ്ട് തന്നെ കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്. കപ്പലുകളുടെ ശവപ്പറമ്പ് അല്ലെങ്കിൽ ഗ്രേവ് യാർഡ് ഓഫ് ഷിപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അലാങ് ആണ്. അലാങ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗൾഫ് ഓഫ് ക്യാമ്പെ ഗുജറാത്തിലാണ് അലാങ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മാഹിംബയും ബാഗ്ബയും ഒക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ മറക്കണ്ട. ഏറ്റവും മേളിൽ ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് കച്ചിന് താഴെ ഗൾഫ് ഓഫ് ക്യാമ്പെ, ഗൾഫ് ഓഫ് ക്യാമ്പെ, ഗൾഫ് ഓഫ് ക്യാമ്പയ്ക്ക് താഴെ മാഹിംബെ, മാഹിംബയ്ക്ക് താഴെ ആരാണ്? ബാഗ്ബെ ആണ്. ദെൻ ഗൾഫ് ഓഫ് കച്ചും ഗൾഫ് ഓഫ് ക്യാമ്പയും ഗുജറാത്തിലാണ്, മാഹിംബയും ബാഗ്ബയും ഒക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് അടുത്ത് ഈ പശ്ചിമ തീരത്തിൻ്റെ ശരാശരി വീതി വന്നിട്ട് വെറും 64 കിലോമീറ്ററാണ്. സോ പശ്ചിമ തീരത്തിൻ്റെ ശരാശരി വീതി 64 കിലോമീറ്ററാണ്. അതായത് വിസ്തീർണം കുറഞ്ഞ തീരപ്രദേശമാണ് പശ്ചിമ തീരം. ഒരിക്കലും മറക്കരുത്, ഒരുപാട് സ്റ്റേറ്റ്മെന്റിലൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്. വിസ്തീർണം കുറഞ്ഞ തീരപ്രദേശമാണ് പശ്ചിമ തീരം. സോ പശ്ചിമ തീരത്തിന്റെ ശരാശരി വീതി വെറും 64 കിലോമീറ്റർ, വിസ്തീർണം കുറഞ്ഞ തീരപ്രദേശമാണ് പശ്ചിമ തീരം. പക്ഷേ ഈ പശ്ചിമ തീരത്തുള്ള കടലിന് ആഴം എങ്ങനെയാണെന്നറിയോ? പശ്ചിമ തീരത്തുള്ള കടലിന് ആഴം വന്നിട്ട് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ആഴം ഇച്ചിരി കൂടുതലാണ്, ഈ ഭാഗത്ത് ആഴം കുറച്ച് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും അധികം തുറമുഖങ്ങൾ കാണപ്പെടുന്നതും എവിടെയാണ്? വെസ്റ്റേൺ കോസ്റ്റിലാണ്, പശ്ചിമ തീരത്താണ്. അപ്പോൾ വിസ്തീർണം കുറഞ്ഞ തീരപ്രദേശമാണ് പശ്ചിമ തീരം. പശ്ചിമ തീരത്തുള്ള ആ ഭാഗത്തുള്ള കടലിന് ആഴം കൂടുതലാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും അധികം തുറമുഖങ്ങൾ കാണപ്പെടുന്ന തീരപ്രദേശവും ഏത് തന്നെയാണ്? പശ്ചിമ തീരമാണ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് അടുത്ത് ഓർത്തിരിക്കാം, നമുക്ക് ജോഗ്രഫിക്കലി ഇന്ത്യയുടെ തീരപ്രദേശത്തെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ജോഗ്രഫിക്കലി നമുക്ക് ഇന്ത്യയുടെ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് എമർജന്റ് കോസ്റ്റ് എന്നൊക്കെ പറയാം. ഒന്നാമത്തേത് എമർജന്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഉയർന്ന തീരപ്രദേശം, രണ്ടാമത്തേത് സബ്മേർജന്റ് കോസ്റ്റ് അല്ലെങ്കിൽ താഴ്ന്ന തീരപ്രദേശം. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. നോക്കി, ഇവിടെ ഈ കാണുന്നത് എമർജന്റ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ ഉയർന്ന തീരപ്രദേശമാണ്. താഴെയുള്ളത് സബ്മേർജന്റ് കോസ്റ്റ് അല്ലെങ്കിൽ താഴ്ന്ന തീരപ്രദേശമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് സിംപ്ലി പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ വന്നിട്ട് കരയാണെന്ന് സങ്കല്പിക്കുക, ഇവിടെ ആണെങ്കിലോ ഇത് കടലാണ്. സോ കരയും കടലും തമ്മിലുള്ള ഹൈ ഡിഫറൻസ് എങ്ങനെയാണ്? കൂടുതലാണ്. അപ്പോൾ കരയും കടലും തമ്മിലുള്ള ഹൈ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? എമർജന്റ് കോസ്റ്റ് എന്ന് പറയാം. എന്നാൽ ഒരു സ്ലോപ്പ് പോലെ വന്ന് കര കടലിൽ അവസാനിക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? സബ്മർജന്റ് കോസ്റ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ താഴ്ന്ന തീരപ്രദേശം എന്നൊക്കെ പറയാം. ഓർത്തിരിക്കുക, പശ്ചിമ തീരം താഴ്ന്ന തീരപ്രദേശത്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ പശ്ചിമ തീരം സബ്മർജന്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. എന്നാൽ പൂർവ്വതീരമാണെങ്കിലോ പൂർവ്വതീരം ഈസ്റ്റേൺ കോസ്റ്റ് വന്നിട്ട് എമർജന്റ് കോസ്റ്റിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഉയർന്ന തീരപ്രദേശത്തിന് ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് അടുത്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് സാധ്യത കൂടുതലുള്ള തീരപ്രദേശമാണ് ഈ വെസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ പശ്ചിമ തീരം. അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിന് പ്രോക്സിമിറ്റി കൂടുതലുള്ള ഒരു കോസ്റ്റൽ പ്ലെയിൻ ആണ് വെസ്റ്റേൺ കോസ്റ്റ്. സോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് സാധ്യത കൂടുതലുള്ള തീരപ്രദേശമാണ് പശ്ചിമ തീരം. അതായത് ഇവിടെ കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് മൺസൂണാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണാണ്. ഓക്കെ, ഇനി ഓർത്തിരിക്കാം, ഏറ്റവും അധികം എസ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അഴിയാണ് കേട്ടോ, അഴി. അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഏറ്റവും അധികം എസ്റ്റോറീസ് അല്ലെങ്കിൽ ഏറ്റവും അധികം അഴികൾ, ഏറ്റവും അധികം എസ്റ്റോറീസും ഏറ്റവും അധികം അഴിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അഴി. ഏറ്റവും അധികം എസ്റ്റോറീസും ഏറ്റവും അധികം ലഗൂൺസും കാണപ്പെടുന്നത് പശ്ചിമ തീരത്താണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. ഏറ്റവും അധികം ലഗൂൺസും ഏറ്റവും അധികം എസ്റ്റോറീസും കാണപ്പെടുന്നത് എവിടെയാണത്? പശ്ചിമ തീരത്താണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് എസ്റ്റോറി അല്ലെങ്കിൽ അഴി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അഴി എന്ന് പറഞ്ഞാൽ ആഴമുള്ള ഭാഗം, കടലുമായി കൂടിച്ചേരുന്ന ഭാഗം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, നദി അല്ലെങ്കിൽ കായൽ. നദി അല്ലെങ്കിൽ കായൽ കടലുമായി കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ എസ്റ്റോറി അല്ലെങ്കിൽ അഴി എന്നൊക്കെ പറയുന്നത്. നദി അല്ലെങ്കിൽ കായൽ കടലുമായി കൂടിച്ചേരുന്ന ഭാഗത്ത് നമുക്ക് അഴി അല്ലെങ്കിൽ എസ്റ്റോറി എന്ന് പറയാം. അവിടെ ഉണ്ടാകുന്ന താൽക്കാലിക മൺതിട്ടകൾ അറിയപ്പെടുന്ന പേരാണ് പൊഴി എന്നറിയപ്പെടുന്നു. സോ അവിടെ ഉണ്ടാകുന്ന താൽക്കാലിക മൺതിട്ടകൾ എന്ത് പറയാം? പൊഴി എന്നൊക്കെ നമുക്ക് പറയാം. പൊഴി, അഴിയും പൊഴിയും. ഓക്കെ,
ഏറ്റവും അധികം അഴികൾ കാണപ്പെടുന്ന തീരപ്രദേശം പശ്ചിമ തീരമാണ്. കാരണം സ്ലോപ്പ് അനുകൂലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നദികൾക്ക് നിക്ഷേപങ്ങളെ അവസാനം വരെ, അതായത് കടൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ ഏറ്റവും അധികം അഴികൾ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമ തീരത്താണ്. ഇന്ത്യയിൽ എങ്ങോട്ട് ഒഴുകുന്ന നദികൾ? പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികൾ ആരെ സൃഷ്ടിക്കുന്നു? അഴികളെ സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികൾ അഴികളെ സൃഷ്ടിക്കുന്നു. മക്കളെ ഒരിക്കലും മറക്കരുത്, ഒരു മാർക്ക് സ്പോട്ടിൽ അടിച്ചു പോകുന്ന പോയിന്റാണ്, കിട്ടുന്ന പോയിന്റാണ്. എന്താണ്? ഇന്ത്യയിൽ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികൾ ആരെ സൃഷ്ടിക്കുന്നു? അഴികളെ സൃഷ്ടിക്കുന്നു. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ അഴികളെ സൃഷ്ടിക്കുന്നില്ലേ? കാര്യം കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഡയറക്റ്റ് ആയിട്ട് കടലിൽ പോയി പതിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് നമുക്ക് വരാം. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നോക്കി, ഇപ്പോൾ കിഴക്കോട്ടൊരു നദി ഒഴുകുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെ ഈസ്റ്റിലേക്ക് ഒരു നദി ഒഴുകുകയാണ്, സ്ലോപ്പ് പ്രതികൂലമാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിക്ഷേപങ്ങളെ അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നദി എന്ത് ചെയ്യും? ഈ നിക്ഷേപങ്ങളെ മുമ്പിൽ നിക്ഷേപിച്ച് അങ്ങ് പോകും. സപ്പോസ് സങ്കല്പിക്കുക, ഡെപ്പോസിറ്റിനൊക്കെ ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ പിന്നെ നദിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുന്നിലേക്ക് പോകാൻ പറ്റത്തില്ല. സോ നദി പതുക്കെ ഒരുപാട് ചാലുകളായിട്ട് പതുക്കെ അങ്ങ് ഒഴുകാൻ തുടങ്ങും. ഒരുപാട് ചാലുകളായിട്ടൊക്കെ പോയി ചെറിയ ചാലുകളായിട്ട് പോയി എവിടെ പോയി പതിക്കും? കടലിൽ പോയി പതിക്കും. അപ്പോൾ ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദി ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, കടലിൽ പോയി പതിക്കുന്നില്ല. ഒരുപാട് ചാലുകളൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കടലിൽ പോയിട്ട് പതിക്കുന്നത്. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിൽ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികൾ അഴികളെ സൃഷ്ടിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും അധികം ലഗൂണുകൾ കാണപ്പെടുന്നതും എവിടെയാണ്? പശ്ചിമ തീരത്താണ്. അപ്പോൾ ലഗൂൺ എന്ന് വെച്ചാൽ ഒരു സങ്കല്പിക്കാം, ഇതൊരു കരഭാഗമാണെന്ന് സങ്കല്പിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു കരഭാഗമാണ്, ഈ കാണുന്നത് ഒരു ലാൻഡാണെന്ന് സങ്കല്പിക്കാം. അത് കഴിഞ്ഞടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ജലാശയമുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ ബോഡി ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇതൊരു വാട്ടർ ബോഡിയാണ്. ഇവിടെ ഈ കാണുന്നത് ആരാണ്? ഇവിടെ ഈ കാണുന്നത് കടലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഇത് കടലാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കൊണ്ട്, ചെറിയൊരു ജലാശയത്തെ, ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കൊണ്ട് ഒരു ജലാശയത്തെ കടലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഈ ജലാശയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലഗൂൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും അധികം ലഗൂണുകൾ കാണപ്പെടുന്നത് പശ്ചിമ തീരത്താണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അഷ്ടമുടി കായലൊക്കെ എന്തിനു ഉദാഹരണമാണ്? അഷ്ടമുടി കായലെല്ലാം തന്നെ ലഗൂണിന് ഉദാഹരണമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂണാണ് ചിൽക്ക. ചിൽക്ക ഈസ്റ്റേൺ കോസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും അധികം ലഗൂണുകൾ കാണപ്പെടുന്നത്, ഏറ്റവും അധികം അഴികൾ കാണപ്പെടുന്നത് പശ്ചിമ തീരത്താണ്. ഇന്ത്യയിൽ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികൾ ആരെ സൃഷ്ടിക്കുന്നു? അഴികളെ സൃഷ്ടിക്കുന്നു. ഓക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് പശ്ചിമ തീരത്തിനകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ള പോയിന്റ്സ്. ഇനി ഈസ്റ്റേൺ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈസ്റ്റേൺ കോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റേൺ ഘട്ടനം ബേ ഓഫ് ബംഗാളിനും ഇടയ്ക്കാണ് ഈസ്റ്റേൺ കോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരി മുതൽ സുന്ദർബൻസ് വരെയാണ് ഈസ്റ്റേൺ കോസ്റ്റ് വ്യാപിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ കോസ്റ്റിനെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. കന്യാകുമാരി മുതൽ കൃഷ്ണ വരെയുള്ള അത്രയും ഭാഗം അറിയപ്പെടുന്ന പേര് കോറമാൻഡൽ കോസ്റ്റ് എന്നറിയപ്പെടുന്നു. ദെൻ കൃഷ്ണ മുതൽ സുന്ദർബൻസ് വരെയുള്ള പ്രദേശം അറിയപ്പെടുന്ന പേരാണ് നോർത്തേൺ സർക്കാഴ്സ് അല്ലെങ്കിൽ വടക്കൻ സർക്കാഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓർത്തിരിക്കുക, ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഡെൽറ്റകളെ സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ആരെ സൃഷ്ടിക്കുന്നു? ഡെൽറ്റാസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്? ട്രയാങ്കിൾ എന്നാണ്. ഒരുപാട് തരത്തിലുള്ള ഡെൽറ്റാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡെൽറ്റ എന്താണെന്ന് ചോദിച്ചാൽ, നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള താൽക്കാലിക മൺതിട്ടകളെ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ എന്ന് പറയാം. സോ ഏതൊരു ഡെൽറ്റ എടുത്താലും ഷേപ്പ് എന്തായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഏറ്റവും അധികം ഡെൽറ്റകൾ കാണപ്പെടുന്ന എവിടെയാണ്? ഈസ്റ്റേൺ കോസ്റ്റിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു നദി കിഴക്കോട്ട് ഒഴുകുകയാണെന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ ഫ്രണ്ടിൽ ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. സോ നദിക്ക് എന്ത് ചെയ്യും? സ്പ്ലിറ്റായി പതുക്കെ അങ്ങ് ഒരുപാട് ചാലുകളായിട്ട് എന്ത് ചെയ്യും? പതുക്കെ അങ്ങ് ഒഴുകും. ഇങ്ങനെ അങ്ങ് ഒഴുകി അങ്ങ് പോകും. ഓക്കെ, എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കടലിൽ പോയിട്ട് പതിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ എന്തായിരിക്കും? ഡെപ്പോസിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയേ, എന്ത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏറ്റവും അധികം ഡെൽറ്റകൾ കാണപ്പെടുന്നത് ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. ഇനി നമ്മുടെ സുന്ദർബൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്താ സുന്ദർബൻസിൻ്റെ പ്രത്യേകത? ലോകത്തെ ഏറ്റവും വലുതും ഏറ്റവും വേഗത്തിൽ രൂപം കൊള്ളുന്നതുമായ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഫോമിംഗ് ഡെൽറ്റ ഇൻ ദ വേൾഡ്. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് സുന്ദർബൻസ് രൂപം കൊണ്ടിരിക്കുന്നത്. ഈ സുന്ദർബൻസിന്റെ 60% സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലും. കാര്യം ഗംഗയും ബ്രഹ്മപുത്രയും ബംഗ്ലാദേശിൽ വെച്ചാണ് കൂടിച്ചേരുന്നത്. അപ്പോൾ സുന്ദർബൻസിന്റെ 60% സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലും 40% സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലും ആണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് അല്ലെങ്കിൽ മാംഗ്രൂവ് ഫോറസ്റ്റ് അതും ഏതാണ്? സുന്ദർബൻസ് ആണ്.
അപ്പം എന്തുകൊണ്ട് ആ സ്ഥലത്തിന് സുന്ദർബൻസ് എന്ന പേര് വന്നു എന്ന് ചോദിച്ചാൽ അവിടെ കാണപ്പെടുന്നത് കണ്ടൽ ചെടികളിൽ ഏറ്റവും വലിയ ഇനമായ സുന്ദരി എന്ന കണ്ടൽ ചെടിയാണ് ഈ ഭാഗത്ത് ധാരാളമുള്ളത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് എന്ത് പേര് വന്നത്, സുന്ദർബൻസ് എന്ന പേര് വരാനായിട്ട് കാരണം. ഓക്കെ, മാത്രമല്ല ലോകത്ത് കണ്ടൽക്കാടുകളിൽ കടുവകളെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം അതും ഏതാണ്, സുന്ദർബൻസ് ആണ്. ലോകത്ത് കണ്ടൽക്കാടുകളിൽ കടുവകളെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലവും സുന്ദർബൻസ് ആണ്. ഈ സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കുമാണ് സുന്ദർബൻസ്. ഈ സുന്ദർബൻസിനെ രണ്ടായി വേർതിരിക്കുന്ന ബൗണ്ടറി, സുന്ദർബൻസിനെ രണ്ടായി വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് ഡാംബിയർ ഹോഡ്ജസ് ലൈൻ. ഒരു പ്രീവിയസ് ക്വസ്റ്റനൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതായത് നിങ്ങൾ ഡാംബിയർ ഹോഡ്ജസ് ലൈനിന് മുകളിലൂടെ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന ലാൻഡ് ഫോം ഏതാണ്? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കാണും. സോ സുന്ദർബൻസിനെ രണ്ടായി വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് ഡാംബിയർ ഹോഡ്ജസ് ലൈൻ. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത് ഈ പശ്ചിമ തീരത്തിന് വിസ്തീർണം കുറവാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു, അതായത് പശ്ചിമ തീരത്തിന്റെ ശരാശരി വീതി വെറും 64 കിലോമീറ്റർ ആണ്, അതായത് വിസ്തീർണം കുറവാണ്. സോ പശ്ചിമ തീരത്തിന് വിസ്തീർണം കുറവാണ്. പക്ഷേ നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, പൂർവ്വതീരത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ പൂർവ്വതീരത്തിന് വിസ്തീർണം എങ്ങനെയാണ്, കൂടുതലാണ്. സോ വിസ്തീർണം കൂടുതലുള്ള തീരപ്രദേശമാണ് പൂർവ്വതീരം. വിസ്തീർണം കൂടുതലുള്ള തീരപ്രദേശമാണ് പൂർവ്വതീരം. വിസ്തീർണം കൂടുതലുള്ള തീരപ്രദേശമാണ് പൂർവ്വതീരം. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കാം. നമ്മളിപ്പോൾ ഒരു വർഷത്തെ ഒരു പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 5-6 തവണ നമുക്കൊരു വാർത്ത വായിക്കാൻ പറ്റും. ആന്ധ്രാപ്രദേശിൽ കൊടുങ്കാറ്റടിച്ചു, ഒഡീഷയിൽ കൊടുങ്കാറ്റടിച്ചു, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്, ഏറ്റവും അധികം ചക്രവാതങ്ങൾ, ഏറ്റവും അധികം സൈക്ലോൺസ് അല്ലെങ്കിൽ ഏറ്റവും അധികം കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റൊക്കെ ഫോം ചെയ്യുന്നത് എവിടെയാണ്? ബേ ഓഫ് ബംഗാളിലാണ്. സോ ഏറ്റവും അധികം സൈക്ലോൺസ് ഫോം ചെയ്യുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഒരു സൈക്ലോൺ രൂപം കൊണ്ടാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു പ്രഹരം എവിടെ കിട്ടും? ഈസ്റ്റേൺ കോസ്റ്റിൽ കിട്ടും. അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റിനും സൈക്ലോൺസിനുമെല്ലാം സാധ്യത കൂടുതലുള്ള തീരപ്രദേശമാണ് ഈസ്റ്റേൺ കോസ്റ്റ്. കൊടുങ്കാറ്റിനും ചക്രവാതങ്ങൾക്കും എല്ലാം സാധ്യത കൂടുതലുള്ള തീരപ്രദേശം പൂർവ്വതീരമാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് മനസ്സിലാക്കാം. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര്, ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പയൻ ഘട്ട് എന്നൊക്കെ അറിയപ്പെടുന്നു. പയൻ ഘട്ട് എവിടെയൊക്കെയാണ്? ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് പയൻ ഘട്ട് എന്നറിയപ്പെടുന്നു. എന്നാൽ ഒഡീഷയിൽ ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്കാൽ പ്ലെയിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഉത്കാൽ സമതലം. സോ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് പയൻ ഘട്ട്. എന്നാൽ ഒഡീഷയിൽ ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉത്കാൽ സമതലം എന്നൊക്കെ അറിയപ്പെടുന്നു. ഉത്കാൽ സമതലം. നമ്മൾ ജനഗണമന പാഠത്തിലെ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ദ്രാവിഡ ഉത്കല ബംഗ, ആ ഉത്കൽ, അതായത് ദേശീയഗാനത്തിൽ ഒഡീഷ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്കലാണ്. ഈ ഉത്കൽ എന്ത് തന്നെ വന്നാലും അതെവിടെയായിരിക്കും? ഒഡീഷയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഉത്കൽ എയർപോർട്ട് എവിടെയാണ്? ഒഡീഷ. സോ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് പയൻ ഘട്ട് എന്നറിയപ്പെടുന്നു. ഒഡീഷയിൽ ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉത്കാൽ സമതലം. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത് ഈ നോർത്ത് മോസ്റ്റ് പോയിന്റ് ഓഫ് കോറോമൻഡൽ കോസ്റ്റ് ഈസ് നോൺ ആസ് ഫോൾസ് ദിവി പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ കോറോമൻഡൽ കോസ്റ്റിന്റെ വടക്കേ അറ്റം അറിയപ്പെടുന്ന പേരാണ് ഫോൾസ് ദിവി പോയിന്റ്. ഓക്കെ, അപ്പോൾ കോറോമൻഡൽ കോസ്റ്റിന്റെ വടക്കേ അറ്റം അറിയപ്പെടുന്ന പേര് ഫോൾസ് ദിവി പോയിന്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോൾസ് ദിവി പോയിന്റ് ഏത് തീരപ്രദേശത്തിന്റെ ഭാഗമാണ്? കോറോമൻഡൽ കോസ്റ്റിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? കേരളം ഉൾപ്പെടുന്ന തീരപ്രദേശം ഏത്? മലബാർ കോസ്റ്റ് ആണ്, അല്ലെ? മലബാർ കോസ്റ്റിലാണ് കേരളം ഉൾപ്പെടുന്നത്. ഓക്കെ, സോ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് പയൻ ഘട്ട് എന്നറിയപ്പെടുന്നു. ഒഡീഷയിൽ ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉത്കാൽ പ്ലെയിൻ. ദെൻ കോറോമൻഡൽ കോസ്റ്റിന്റെ വടക്കേ അറ്റം അറിയപ്പെടുന്ന പേര് ഫോൾസ് ദിവി പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. നെക്സ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ ഇങ്ങനെ ഈ ഒഴുകുന്ന നദി ഇത് മഹാനദിയാണ്. ഓക്കെ, മഹാനദി. ഇവിടെ ഇങ്ങനെ ഗോദാവരി ഒഴുകുന്നു, ഇവിടെ ഇങ്ങനെ കൃഷ്ണ ഒഴുകുന്നു, ഇവിടെ ഇങ്ങനെ കാവേരി ഒഴുകുന്നു. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മീൻസ് പൂർവ്വഘട്ടത്തിന് ഉയരം കുറവാണ്. പൂർവ്വഘട്ടത്തിന് ഉയരം കുറവായതുകൊണ്ട് തന്നെ നദികൾ ആരെ മുറിച്ചു കിടക്കുന്നു? ഈസ്റ്റേൺ ഘട്ടിനെ മുറിച്ചു കിടക്കുന്നു. ഈസ്റ്റേൺ ഘട്ടിനെ നദികൾ മുറിച്ചു കിടക്കുന്നു. കാരണം ഈസ്റ്റേൺ ഘട്ടിന്റെ ഹൈറ്റ് ശരാശരി 600 മീറ്റർ മാത്രമേ ഉള്ളൂ. ഉയരം കുറവാണ്. സോ നദികൾ മുറിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പൂർവ്വഘട്ടത്തിന്റെ കണ്ടിന്യൂറ്റി പല സ്ഥലത്തും വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ആവുന്നുണ്ട്.
ഈ പൂർവ്വഘട്ടം എന്തല്ല, ഒരു കണ്ടിന്യൂസ് റേഞ്ച് അല്ല, കാരണം നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടക്കുന്നു. അപ്പോൾ ഇങ്ങനെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളൊക്കെ ഈ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടക്കുകയാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, പിന്നെ കാവേരി തുടങ്ങിയ നദികളൊക്കെ. ഓർത്തിരിക്കുക, കൃഷ്ണയ്ക്കും കാവേരിക്കും ഇടയ്ക്കുള്ള തീരപ്രദേശം അറിയപ്പെടുന്ന പേര്, കൃഷ്ണയ്ക്കും കാവേരിക്കും ഇടയ്ക്കുള്ള ഈ തീരപ്രദേശം അറിയപ്പെടുന്ന പേരാണ് കർണാട്ടിക് തീരം എന്നറിയപ്പെടുന്നു. കർണാട്ടിക് കോസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. സോ കൃഷ്ണയ്ക്കും കാവേരിക്കും ഇടയ്ക്കുള്ള തീരപ്രദേശം അറിയപ്പെടുന്ന പേരാണ് കർണാട്ടിക് കോസ്റ്റ്, കർണാട്ടിക് തീരം. എന്നാൽ കൃഷ്ണയും ഗോദാവരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി, കൃഷ്ണയും ഗോദാവരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി പാട്ടിസീമയാണ് കേട്ടോ. പാട്ടിസീമ. സോ കൃഷ്ണയ്ക്കും കാവേരിക്കും ഇടയ്ക്കുള്ള തീരപ്രദേശമാണ് കർണാട്ടിക് തീരം. സോ ഈ കർണാട്ടിക് തീരത്തിന് കർണാടകയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർണാട്ടിക് തീരം ഈസ്റ്റേൺ കോസ്റ്റിന്റെ ഭാഗമാണ്. ഇവിടെ വച്ച് പണ്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളെയാണ് നമ്മൾ കർണാട്ടിക് വാഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ കൃഷ്ണയ്ക്കും കാവേരിക്കും ഇടയ്ക്കുള്ള തീരപ്രദേശം കർണാട്ടിക് തീരം. എന്നാൽ കൃഷ്ണയും ഗോദാവരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? അത് പാട്ടിസീമയാണ്. പാട്ടിസീമ. ക്ലിയർ ആണ്. ഇത്രയാണ് ഈസ്റ്റേൺ കോസ്റ്റിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അതായത് ഏറ്റവും അധികം ഡെൽറ്റകൾ കാണപ്പെടുന്നത് ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ദെൻ ഈസ്റ്റേൺ കോസ്റ്റ് ഉയർന്ന തീരപ്രദേശത്തിന് ഉദാഹരണമാണ്. അത് കഴിഞ്ഞ് വിസ്തീർണം കൂടുതലുള്ള തീരപ്രദേശമാണ് പൂർവ്വതീരം. കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനും എല്ലാം സാധ്യത കൂടുതലുള്ള തീരപ്രദേശം പൂർവ്വതീരമാണ്. ദെൻ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈസ്റ്റേൺ കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് പയൻഘട്ട്. ഒഡീഷയിൽ അറിയപ്പെടുന്ന പേര് ഉത്കാൽ പ്ലെയിൻ. കൃഷ്ണയ്ക്കും കാവേരിക്കും ഇടയ്ക്കുള്ള തീരപ്രദേശമാണ് കർണാട്ടിക് തീരം. ഓക്കെ, ഓർത്തിരിക്കുക, ഈ കോറമന്റൽ കോസ്റ്റിലൊക്കെ കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂണാണ്, വടക്ക് കിഴക്കൻ മൺസൂണാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും അധികം ലഭിക്കുന്ന തീരപ്രദേശം ഏതാണെന്ന് വെച്ചാൽ ആൻസർ കോറമന്റൽ തീരമാണ്. ഏറ്റവും അധികം ലഭിക്കുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും അധികം ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഏറ്റവും അധികം ലഭിക്കുന്ന തീരപ്രദേശം കോറമന്റൽ തീരവുമാണ്. മാത്രമല്ല, ഈ കോറമന്റൽ തീരത്ത് ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ് കേട്ടോ. അലൂവിയൽ സോയിലാണ്, അല്ലെങ്കിൽ എക്കൽ മണ്ണാണ് കോറമന്റൽ തീരത്ത് ഏറ്റവും അധികം കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അടുത്ത് നമുക്കറിയാം, ഇന്ത്യയിൽ കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട്? അപ്പം അതിനു മുമ്പായിട്ട് ഒരു കാര്യം മറക്കരുത്, ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 7516.6 കിലോമീറ്ററാണ്. 7516.6 കിലോമീറ്റർ റൗണ്ട് ചെയ്ത് എത്ര കിലോമീറ്റർ ആക്കാം? 7517 കിലോമീറ്റർ ആക്കാം. സോ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 7517 കിലോമീറ്ററാണ്. 7517 കിലോമീറ്റർ. ഇനി ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലയുടെ കോസ്റ്റൽ ലെങ്ത് വന്നിട്ട്, ഉപദ്വീപീയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലയുടെ കോസ്റ്റൽ ലെങ്ത് വന്നിട്ട് 6100 കിലോമീറ്ററാണ്. സോ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 7517 കിലോമീറ്റർ. എന്നാൽ ഉപദ്വീപ് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 6100 കിലോമീറ്ററാണ്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപുകളുടെ തീരദേശ ദൈർഘ്യം 1400 കിലോമീറ്ററാണ്. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപുകളുടെ തീരദേശ ദൈർഘ്യം 1400 കിലോമീറ്റർ. ഇന്ത്യയിൽ കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട്? 9 സംസ്ഥാനങ്ങളുണ്ട്. ആ കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങളാണ്: 1 ഗുജറാത്ത്, 2 മഹാരാഷ്ട്ര, 3 കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, 4 ഗോവ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തിരിച്ചു വരാം, കറക്റ്റ് ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വരാം. അപ്പോൾ ഇന്ത്യയിൽ കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങൾ: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, പിന്നെ അത് കഴിഞ്ഞടുത്ത കർണാടകം, അടുത്ത കേരളം, കർണാടക, കേരളം, അടുത്ത തമിഴ്നാട്, ദെൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. അങ്ങനെ ഇന്ത്യയിൽ കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങളുണ്ട്: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ മനസ്സിലാക്കുക, തെലങ്കാനയ്ക്ക് എന്തില്ല? കടൽ തീരമില്ല. സോ കടൽ തീരമില്ലാത്ത ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, കടൽ തീരമില്ലാത്ത ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആരാണത്? തെലങ്കാനയാണ്. തെലങ്കാനയ്ക്ക് കടൽ തീരം ഇല്ല. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഏറ്റവും അധികം കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം കടൽ തീരമുള്ള സംസ്ഥാനം ആരാ? ഗുജറാത്താണ്. 2ാം സ്ഥാനം തമിഴ്നാട്. ചില ടെക്സ്റ്റിനകത്ത് ആന്ധ്രാപ്രദേശൊക്കെ കാണും, പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അനുസരിച്ച് ഏറ്റവും അധികം കടൽ തീരമുള്ള 2ാമത്തെ സംസ്ഥാനം ആരാണ്? തമിഴ്നാടാണ്. ഇനി 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 4ാം സ്ഥാനം മഹാരാഷ്ട്ര. 5ാം സ്ഥാനം കേരളമാണ്. 5ാം സ്ഥാനം കേരളം. സോ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 5ാം സ്ഥാനമാണ്. ഏറ്റവും അധികം ഗുജറാത്ത്,
രണ്ടാം സ്ഥാനം തമിഴ്നാട്, മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, നാലാം സ്ഥാനം മഹാരാഷ്ട്ര, അഞ്ചാം സ്ഥാനം കേരളം. ഏറ്റവും കുറവ് ആർക്കാണ്? ഗോവയ്ക്കാണ്. ഏറ്റവും കുറവ് ഗോവയ്ക്കാണ്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് മനസ്സിലാക്കുക, ഏറ്റവും അധികം കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? തമിഴ്നാടാണ് അല്ലേ? ഏറ്റവും അധികം കടൽ തീരമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് തമിഴ്നാടാണ്. ഇനി അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് ഏതാണത്? മറീന ബീച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് വന്നിട്ട് തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച്. ഇനി ഇന്ത്യയിൽ കടൽ തീരമുള്ള എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? ഇന്ത്യയിൽ കടൽ തീരമുള്ള 4 യൂണിയൻ ടെറിട്ടറീസ് ആണ് ആകെ ഉള്ളത്. ഇന്ത്യയിൽ കടൽ തീരമുള്ള 4 യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഒന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ആൻഡമാൻ നിക്കോബാർ. 2 ലക്ഷദ്വീപാണ്, രണ്ടാമത്തേത് വന്നിട്ട് ലക്ഷദ്വീപാണ്. മൂന്നാമത്തേത് പുതുച്ചേരി, മൂന്നാമത്തെ ആരാണ്? പുതുച്ചേരി. 3 പുതുച്ചേരി. നാലാമത്തേത് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദ്വീപ്. അങ്ങനെ ഇന്ത്യയിൽ കടൽ തീരമുള്ള 4 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ആ കടൽ തീരമുള്ള 4 യൂണിയൻ ടെറിട്ടറീസ് ആണ് ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദ്വീപ്. ഇതിൽ ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം കടൽ തീരമുള്ള യൂണിയൻ ടെറിട്ടറി ആരാ? അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക, ഇന്ത്യൻ മെയിൻ ലാൻഡിൽ നിന്ന്, മെയിൻ ലാൻഡ് എന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഒന്നും വരത്തില്ല, ബാക്കി ഇന്ത്യയുടെ മാപ്പില്ലേ ആ സാധനം. ഇന്ത്യൻ മെയിൻ ലാൻഡിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ അകലെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇന്ത്യൻ മെയിൻ ലാൻഡിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ അകലെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻ്റെ, ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ പ്രധാന പോയിന്റ്സ് വരുന്നത്. നല്ല ടോപ്പിക്കാണ്, എപ്പോഴും മാർക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. മാത്രമല്ല ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ മതി, അതിനകത്ത് നോട്ട്സ് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതേപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ താങ്ക് യു ഓൾ, ബൈ. നന്നായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന എല്ലാ എക്സാംസും എന്ത് ചെയ്യുക, അത് ക്രാക്ക് ചെയ്തെടുക്കുക. പരീക്ഷ നടക്കുകയാണെങ്കിൽ ആദ്യ ഒരു 10 റാങ്കിനകത്ത് നമ്മുടെ പേര് എന്ത് ചെയ്യുക, വരിക. 1ാം റാങ്കിന് എന്ത് ചെയ്യുക, എയിം ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.